അഭിലാഷേ ഓണക്കാലമാണ്. മാതൃഭൂമിക്ക് കുറച്ച് കൂടുതൽ പരസ്യം കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എനിക്ക് പറയാനുള്ള ചുരുക്കം അത് പറയുമ്പോൾ വസീഫ് ഇടപെടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹം മോൻസൺ മാവുങ്കലിനെ കുറിച്ചൊക്കെ പറഞ്ഞു. മോൻസൺ മാവുങ്കലിന്റെ അംശവടിയും പിടിച്ച് അദ്ദേഹത്തിന്റെ മറ്റേ കസേരയ്ക്കകത്ത് ഇരുന്നയാളുടെ പേര് പിന്നെ നമ്മുടെ ലോക്നാഥ് ബെഹ്റ എന്നാണ്, അന്നത്തെ DGP സംസ്ഥാനത്തിന്റെ. കൂടെ അപ്പുറത്ത് വടിയും പിടിച്ചുകൊണ്ട് നിന്നയാളുടെ പേര് ഈ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവി ഇപ്പോൾ DGP റാങ്കിലുള്ള മനോജ് എബ്രഹാമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അത്തരത്തിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വിശ്വാസ്യത. അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു ഈ പറയുന്ന പരാതിക്കാരന്റെ ഭാര്യ പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പറയുന്നത് അതിനകത്ത് അദ്ദേഹം പറയുന്നതാണ് ഈ കൊടുത്ത പരാതി അമേദ്യമാണ്, വിസർജ്യമാണെന്നൊക്കെ കരുതിക്കൊണ്ട് പിന്നെ വലിച്ചെറിയുന്നതിന് പകരത്തേക്ക് അത് ബിരിയാണിയാണെന്ന് കരുതി കഴിച്ചോ അതോ മറ്റെന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ. വസീഫ് ദയവ് ചെയ്ത് എനിക്ക് ഫോൺ കട്ടായിട്ടുണ്ട്. പക്ഷെ വസീഫ് ഇതിനകത്ത് ഇടപെടരുത്. മര്യാദ കാണിക്കണം വസീഫെ, മര്യാദ എന്നുണ്ടെങ്കിൽ മര്യാദ കാണിക്കണം. അപ്പോ ഞാൻ പറയുന്നത്, ഞാൻ ചോദിക്കുന്നത് അമേദ്യം എങ്ങോട്ടാ വസീഫെ വിളമ്പിയത്? അമേദ്യം വിളമ്പി കൊടുത്തത് PB അംഗങ്ങളുടെ മുമ്പിലേക്കാണെന്നേ. ആ അമേദ്യം ബിരിയാണിയാണെന്ന് കരുതി കഴിച്ചോ എന്ന് പറയുന്നത് ബിരിയാണിയാണെന്ന് കരുതി കഴിച്ചോ എന്ന് പറയേണ്ടത് പോളിറ്റ് ബ്യൂറോ ആണെന്നേ. അതോ അമേദ്യം വല്ല നല്ല ഉണക്കിറച്ചിയാവൂന്ന് കരുതി ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് പറയേണ്ടത് PB ആണെന്നേ. ഞങ്ങളുടെ ഒന്നും മുമ്പിലല്ല ഈ അമേദ്യം വിളമ്പി തന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അമേദ്യം എന്ന് പറയേണ്ട ഉത്തരവാദിത്വം PBക്കാണുള്ളത്. ഞാൻ അതുകൊണ്ട് അതെ നിങ്ങൾ ഉണക്കി സൂക്ഷിച്ചിരിക്കുകയാണേ. ഞാൻ ഒറ്റ ചോദ്യം താങ്കൾ അസ്വസ്ഥനായിരിക്കൂ. അത് ഉണക്കി സൂക്ഷിച്ചിരിക്കുന്നത് നിങ്ങളാണ്. കാരണം നിങ്ങൾ അതിൽ തീരുമാനമെടുത്തോ. നിങ്ങൾ ആ പരാതിക്കാരനെ അറിയിച്ചോ ആ പരാതി വ്യാജമാണെന്നോ അല്ലെങ്കിൽ പരാതിക്ക് അടിസ്ഥാനമില്ലെന്നോ അങ്ങനെയൊന്നും പറയരുത്. അതിനപ്പുറത്തേക്ക് കിടന്ന് ഉരുളല്ലേ. മര്യാദ കാണിക്കണം, മര്യാദ കേട്ടോ. ചർച്ചയിൽ മര്യാദ കാണിക്കണം. ശരി, ഒരാൾ പറയൂ. ശ്രീ ജ്യോതികുമാർ ചാമക്കാലയുടെ അവസരം. അതെ അതൊക്കെ കേട്ടോ. ഞങ്ങളിൽ ഇടപെട്ടില്ലോ. ഇനി അതിനപ്പുറത്തേക്ക് ഇവിടെ സരിത നായർ എന്ന് പറഞ്ഞ ഉണ്ടായിരുന്നു. സരിത നായർ അവള് ഛർദിച്ചു വെച്ചത് അതൊക്കെ നല്ല ഫലൂടയാണെന്ന് പറഞ്ഞ് കഴിച്ചവരാ ഇന്നത്തെ PB അംഗങ്ങളായ പിണറായി വിജയനും വിജയരാഘവനും MV ഗോവിന്ദനും ഒക്കെ. താങ്കൾക്ക് അറിയാമോ? ഫലൂടയാണെന്ന് പറഞ്ഞാൽ കഴിച്ചത് ഛർദിച്ചു വെച്ചത്. എന്നിട്ട് വന്നിരിക്കുക ഞങ്ങളുടെ ചോദ്യം, ഈ പരാതി ഇതേ പരാതി എന്താ വിവരം കെട്ടവനെ മര്യാദക്ക് വ്യക്തിപരമായ തർക്കങ്ങളിലേക്ക് വിഷയങ്ങളിലേക്ക് പ്ലീസ്. ചർച്ചയിൽ മര്യാദ കാണിക്കണം. അപ്പോ സരിത നായർ വിസർജന അതെല്ലാം ഫലൂടെയാണെന്ന് കരുതി കഴിച്ച നേതാക്കന്മാരാണ്. ഹൈക്കോടതിയിൽ പോയല്ലോ. ഹൈക്കോടതിയിൽ പോകുമ്പോ എന്താ അവസ്ഥ? ഹൈക്കോടതിയിൽ ചെല്ലുമ്പോ ഈ ഉണക്കാമേദ്യമാണോ കൊണ്ടുപോയത് അതോ ഉണക്ക ബിരിയാണിയാണോ കൊണ്ടുപോയത്? വിവരം വേണം, വിവരം. DYFI എന്ന് പറഞ്ഞ കാര്യമില്ല. DYFI എന്ന് പറഞ്ഞു തരില്ല. ഒരു പരാതി കിട്ടി, രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള പരാതി കിട്ടിയിട്ട് അതെടുത്ത് കഷത്ത് വെച്ച് നടക്കുക, ഒരു തീരുമാനവും എടുക്കാതെ. പറയുന്നേ മറുപടി. എന്നാ PB തീരുമാനം എടുത്തത്? തീരുമാനം എടുത്തിട്ടുണ്ടോ? എന്ത് തീരുമാനം എടുത്തു? മര്യാദ ഉണ്ടെങ്കിൽ പറയൂ. ഉണ്ടോ? തീരുമാനം എടുത്തിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങളവിടെ സൂക്ഷിച്ചു, നിങ്ങൾ ഉണക്കി സൂക്ഷിച്ചു. നിങ്ങൾക്ക് വലിയ നല്ല ഫ്ലേവർ ആണെന്ന് തോന്നി. നിങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ ഫേസ്ബുക്ക് എടുത്തോണ്ട് വരരുതേ എന്റെ വസീഫെ. വെറുതെ ആരുടെയെങ്കിലും ഒക്കെ ഫേസ്ബുക്ക് എടുത്തോണ്ട് വരരുതേ. നമ്മുടെ ഉത്തരം പറയാതെ ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി വേണോ? ഈ ചർച്ചയിൽ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റാണെന്ന് പോലും നാണമില്ലേ, മാനമില്ലേ, അഭിമാനമില്ലേ? വാദോദികളുമായി വരാതെ പറഞ്ഞിരിക്കുന്നത് രാജ്യദ്രോഹം ഉൾപ്പെടെ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് ഹവാല, റിവേഴ്സ് ഹവാല ഉൾപ്പെടെ ഈ സംസ്ഥാനത്തേക്ക് നടക്കുമ്പോ അതിനെ കുറിച്ച് ചോദിക്കുമ്പോ അതിന് മറുപടി ഇല്ലാതെ ഇങ്ങനെ ഗഗ്ഗാന്ന് പറഞ്ഞ് നടന്നാൽ പോരാ, മറുപടി പറയണം. ഈ പാർട്ടിക്ക് കൊടുത്ത കത്തിനെ സംബന്ധിച്ചും അതിനുശേഷം പാർട്ടിക്ക് കൊടുത്ത കത്ത് ചോർന്ന് എതിർകക്ഷിയുടെ കയ്യിലെത്തുകയും അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ട ആശങ്കയുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഒരു മെയിൽ ചെയ്യുന്നു. ആ മെയിൽ 13-ാം തീയതിയാണ്. അത് പുറത്ത് ഞാൻ പറഞ്ഞു തരട്ടെ. അത് പുറത്തു കൊടുക്കാനായിരുന്നെങ്കിൽ ആ കക്ഷിക്ക് അന്ന് തന്നെ പുറത്തു കൊടുക്കാമായിരുന്നല്ലോ. കോടതിയിൽ കേസ് വന്നതിന് ശേഷം മാത്രം അതെന്താ പുറത്തു വരുന്നത്? അപ്പോൾ അതിനുത്തരം പറയേണ്ടത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമാണ്. ഒരു തർക്കവും വേണ്ട. കാരണം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി കൊടുത്തിരിക്കുന്ന കത്തിനെ സംബന്ധിച്ച്, മെയിലിനെ സംബന്ധിച്ച് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് ഉത്തരവ് അദ്ദേഹത്തിന് മാത്രം അയച്ചിട്ടുള്ള കത്താണ്. അപ്പോൾ ഈ രീതിയിൽ പാർട്ടിയിലെ പെടലപ്പിണക്കം അത് ഇത്തരത്തിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നമോ അല്ല.
പാർട്ടിയെ എത്രത്തോളം ഇതിലെ നമ്മൾ നേരത്തെയൊക്കെ CIT വിഭാഗവും ഔദ്യോഗിക വിഭാഗവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിനപ്പുറത്തേക്ക് ഈ പാർട്ടിയിൽ മറ്റെന്തൊക്കെയോ ചീഞ്ഞു നാർന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഗൗരവമുള്ള ആരോപണങ്ങൾ അതൊക്കെ നമുക്കറിയാവുന്നതല്ലേ. ഈ പിന്നെ എന്താ പറയുക, മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി അവസാനത്ത് ശ്രീമതി നമ്മുടെ അന്നത്തെ ഫിഷറീസ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയുടെ കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം. ലണ്ടനിൽ പോയി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണി അടിച്ചത് നമുക്കറിയാം. അതുമായി എന്താ വസീഫെ അസ്വസ്ഥരാകുന്നത്? വസീഫ് എന്തിനാ അസ്വസ്ഥരാകുന്നത്? ഞാൻ എന്റെ അവസരത്തിലല്ലേ പറയുന്നേ. വസീഫ് ഒന്ന് അടങ്ങ്. അപ്പോ അത്തരത്തിൽ ലണ്ടൻ എക്സ്ചേഞ്ചിൽ മണി അടിക്കാൻ പോയപ്പോഴും ഇയാൾ ഉണ്ടായിരുന്നേ ഈ രാജേഷ് കൃഷ്ണ കൂടെ ഉണ്ടായിരുന്നേ. ഇരുന്ന് കേൾക്കുക. രാജേഷ് കൃഷ്ണ കൂടെ ഉണ്ടായിരുന്നേ. താങ്കൾക്ക് 15 മിനിറ്റ് കിട്ടിയത്. താങ്കൾക്ക് 15 മിനിറ്റ് കിട്ടിയത്. ഇപ്പോഴും 53 ആയിട്ടുള്ളൂ. ഇപ്പോഴും 53 ആയിട്ടുള്ളൂ. ഞാൻ തുടങ്ങിയിട്ട് 8 മിനിറ്റ് ആയിട്ടുള്ളൂ. അസ്വസ്ഥനാകണ്ട. അങ്ങനെയൊന്നും അലിമ്പാക്കി അലിമ്പാക്കി ഒളിച്ചോടാൻ ശ്രമിക്കണ്ട. എനിക്ക് 8 മിനിറ്റാ കിട്ടിയിട്ടുള്ളത്. ഞാൻ പറയുമ്പോ എന്തിനാ താങ്കൾ അസ്വസ്ഥനാകുന്നത്? ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. സംസ്ഥാന പ്രസിഡന്റ് അല്ലേ, ഒരു സംയമനം പാലിക്ക്. ഞാനൊന്ന് പറയട്ടെ. ഞാൻ എന്താ പറഞ്ഞത് തെറ്റ്? ഞാൻ എന്റെ വാദഗതികൾ അവതരിപ്പിക്കുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ അപ്പൊ ഞാനൊരു പറഞ്ഞു. അപ്പോ ഈ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ അട്രാക്ട് ചെയ്ത പരാതി അലുമ്പാക്കി കളയാൻ ശ്രമിക്കല്ലേ. അലുമ്പാക്കി ചർച്ച അലുമ്പാക്കി കളഞ്ഞ് ശ്രദ്ധ തിരിക്കാമെന്നൊന്നും വസീഫ് ശ്രമിക്കരുതേ. ഞാൻ പറയാനുള്ളത് പറയട്ടെ വസീഫെ. വസീഫെ, താങ്കൾ 15 മിനിറ്റല്ലേ വസീഫ് സംസാരിച്ചത്? ഒരു പ്രതിപക്ഷ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി മകന് മാത്രമേ നിങ്ങൾ പറയാനുള്ളൂ. അത്രയും കേട്ടിരുന്നു അഭിലാഷ്. ഞാൻ പറയുമ്പോ ഇതൊന്നും കേട്ടിരുന്നിട്ടില്ല. പാർട്ടി സെക്രട്ടറിയുടെ മകന് ബന്ധമുണ്ട് എന്ന് എല്ലാ മാധ്യമങ്ങളിലും അച്ചടിച്ചു വന്നിട്ടുണ്ട്. താങ്കൾ ഡിഫർമേഷൻ കേസ് കൊടുത്തോ? ഇപ്പൊ താങ്കൾ പറഞ്ഞല്ലോ തോമസ് ഐസക് കേസ് കൊടുക്കാൻ പോകുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ പേരച്ച് അച്ചടിച്ചു വന്നില്ലേ? ഡിഫർമേഷൻ കൊടുക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ പറഞ്ഞു ഇതുവരെ. ആസിഫെ എന്താ പറയാത്തത്? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് പറഞ്ഞോ? തോമസ് ഐസക് പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു. എന്താ പറയാത്തത്? കേസ് കൊടുക്കേണ്ടതിന് ഞാനൊന്ന് പറയട്ടെ. അസ്വസ്ഥനാകാതിരിക്കൂ. താങ്കൾ മെറിറ്റിലേക്ക് വരാൻ തയ്യാറായല്ലോ. ഇപ്പോഴെങ്കിലും താങ്കൾ ഈ കേസിന്റെ മെറിറ്റിലേക്ക് വരാൻ തയ്യാറായല്ലോ. സന്തോഷമുണ്ട്. ഇപ്പോഴെങ്കിലും മെറിറ്റിലേക്ക് വരാൻ തയ്യാറായല്ലോ. അല്ലാതെ മമ്മൂട്ടിയെ ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ ചൂണ്ടിക്കാണിച്ചോ താങ്കൾ ഈ 15 മിനിറ്റ് ഉഴപ്പുകയായിരുന്നല്ലോ, ഉരുളുകയായിരുന്നല്ലോ. ഇപ്പോഴെങ്കിലും താങ്കൾ മെറിറ്റിലേക്ക് വരൂ. ഞാൻ ചോദിക്കുന്നു, താങ്കൾ ഒറ്റ ചോദ്യം അടുത്ത റൗണ്ടിൽ 2 പേരിലേക്ക് വരാം.